ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫിനാലേക്ക് പോയ വിശേഷമാണ്. അപ്പം ആ റെസിപ്പി എന്താണെന്ന് കാണണ്ടേ? സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇതിൻ്റെ 2 ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. കാരണം സെമി ഫൈനൽ നടന്നത് നവംബർ 9 അന്ന് തൊട്ട് ഇന്ന് വരെ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ സ്പേസ് ഇല്ലാതെ വന്ന് കുറേ ഡിലീറ്റ് ആക്കേണ്ടി വന്നപ്പം എങ്ങനെയോ മിസ്സായി പോയതാണ്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാമേ. ചിക്കൻ ഇങ്ങനെ ബോൺലെസ് ആയിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചേർക്കുന്ന അരപ്പ് കൂട്ടെന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിമുളകും പച്ച കുരുമുളകും അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തതാണ്. പിന്നെ ഒരു 2 തഴുതാമയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച അരപ്പിൽ നിന്ന് പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 2-2.5 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഓവർനൈറ്റൊക്കെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ നല്ല ടെൻഡറായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ കാന്താരിമുളകിൻ്റെയും പച്ചക്കുരുമുളകിൻ്റെയൊക്കെ എരിവൊക്കെ അതിനകത്ത് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്കിതൊരു കുഞ്ഞു ബോക്സിലാക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഈ ഒരു പ്ലേറ്റ് തന്നെ വെക്കാതെ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിത് അരയ്ക്കാൻ വേണ്ടി ഞാനെടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയത്. അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ ഇതിലേക്ക് ബോക്സിലേക്ക് എടുത്ത് വെച്ചിട്ട് അതങ്ങ് അടച്ച് മാറ്റി വെച്ച് കൊടുക്കുവാണേ. ഇനി വേറൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രമോ നോൺ സ്റ്റിക്ക് കടായോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്, സൺഫ്ലവർ ഓയിലൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടെൻഡറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ നാരങ്ങ നീരൊക്കെ പുരട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇത് വറുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡായിട്ട് വറുക്കരുത്. തീ കൂട്ടി വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ പുറം ഭാഗം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം, എന്നാൽ ഉള്ളിൽ നല്ലോണം ഒന്ന് വെന്തം കിട്ടണം. ആ ഒരു പരുവം ആകുന്നത് വരെ നമുക്കിങ്ങനെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് വറുത്ത് നമുക്കതങ്ങ് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വറുത്ത് കോരിയ എണ്ണയില്ലേ, അതിൻ്റെ കരടൊക്കെ മാറ്റിയിട്ട് തെളി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം പട്ടയും ഒരു 2 ഏലക്കയും ഒരു 2 തക്കോലും 2 ഗ്രാമ്പും 1 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഹോൾ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, നല്ലോണം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഞാനിവിടെ ഒരു 10 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള സവോളയും കൂടി എടുത്തിട്ട് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തപ്പോഴും മാരിനേറ്റ് ചെയ്തപ്പോഴും ഒക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സവാള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഫുള്ള് ഉപ്പെല്ലാം കൂടി ചേർത്ത് കൊടുക്കണ്ട. ഉപ്പ് ചേർക്കുമ്പം ഈ സവാള നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വഴണ്ടും കൂടെ കിട്ടും. ഇനി ഇതിലേക്കൊരു രമ്പേല ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു 2 3 4 മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ രമ്പേല എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി മണമാണ്. ചിക്കന് നന്നായിട്ട് ചേർന്ന് പോകുന്നൊരു സംഭവമാണ് കേട്ടോ ഈ രമ്പേല എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. സവോളയൊക്കെ ഏകദേശം നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ലൊരു മണമാണ് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ മസാല ഉണ്ടായിരുന്നല്ലോ നമ്മൾ മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കി, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. സവോളയും ചുവന്നുള്ളിയും പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണേ. ഇതിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ആ സവോളയുടെയൊക്കെ ഒരു മസാല മണമൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ചിക്കനിനകത്ത് ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിന് നമ്മൾ കശുവണ്ടി പരിപ്പും കൂടി കുതിർത്ത് അരച്ചാണ് വെച്ചിട്ടുള്ളത്. ഒരു 3/4 കപ്പോളം നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പം ആ തേങ്ങാപ്പാലെന്ന് പറയുമ്പം ഫുള്ള് നമ്മൾ ഒഴിക്കേണ്ട, ഒരു 1/2 കപ്പോളമൊക്കെ ഇപ്പം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിനകത്ത് തന്നെ നമ്മൾ കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേണം ബാക്കി ചിക്കനും ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആ കാന്താരി മുളകിൻ്റെയും അതുപോലെ തന്നെ പച്ച കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ കോമ്പറ്റീഷന് പോയപ്പം വളരെ ആസ്വദിച്ചാണ് കുക്ക് ചെയ്തതും അതുപോലെ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കുക്ക് ചെയ്തത്. പിന്നെ ഒരു മത്സരമൊക്കെ ആകുമ്പം എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്നില്ലല്ലോ. എങ്കിലും ആ 15 പേരിൽ ഒരാളാവാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നത്. ആ തേങ്ങാപ്പാലൊക്കെ ഈ സവോളയുടെയും ചിക്കൻ്റെയൊക്കെ പുറത്ത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കപ്പയുടെ കൂടെയൊക്കെ ഉണക്കച്ചീനിയില്ലേ, അതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ആ മല്ലിയിലയുടെയും പുതിനയിലയുടെയും കാന്താരിയുടെയും ഒക്കെ ഒരു മണം ഇതിനകത്തൊക്കെ മുമ്പിൽ നിൽപ്പുണ്ടേ. ഇനി നമുക്കിത് നമ്മുടെ പരുവം നോക്കി നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇച്ചിരി കൂടുതൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കണേ. ഏറ്റവും ലാസ്റ്റ് കറിവേപ്പില ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഫുള്ള് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ചിക്കൻ സുരഭി എന്ന് പറയുന്നൊരു ഐറ്റം ഇതായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.